നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചാണ്. 1946 എഴുതപ്പെട്ടതാണെങ്കിലും ഇന്നും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ചില കാലാതീതമായ അറിവുകളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എവിടെയൊക്കെയോ തേടി നടക്കുന്ന ആ ഒരു ശക്തി, ആ സമാധാനം ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെയാണെങ്കിലോ? ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആശയം ഇതാണ്: ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വലിയ ശക്തിയുടെ ഉറവിടമുണ്ട്. അത് തിരിച്ചറിയുന്നതിലാണ് ശരിക്കും എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് ഈ ആത്മബലം? ഇത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ശക്തിയാണ്. അതായത് നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ജാതിയോ മതമോ ദേശമോ ഒന്നും നോക്കാതെ കത്തിക്കൊണ്ടിരിക്കുന്നൊരു ദൈവികമായ ഊർജം. അതാണ് നമ്മുടെ എല്ലാ ധൈര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കഴിവിൻ്റെയും ഉറവിടം. ഒന്ന് കേട്ടുനോക്കൂ, എത്ര ശക്തമായ വാക്കുകളാണെന്ന്. നമ്മുടെ ആത്മാവിനകത്ത് ഒരു കടലുപോലെ ശക്തിയുണ്ട് പോലും. അത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. പിന്നെ അസാധ്യമെന്ന് തോന്നുന്ന എന്തും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ഇനി കേൾക്കാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന ശക്തി ഇത് വലിയ കഴിവുകളുള്ളവർക്കോ അല്ലെങ്കിൽ പുണ്യം ചെയ്തവർക്കോ മാത്രമുള്ള ഒന്നല്ല, അല്ല. ഇത് നിങ്ങളുടെയും എന്റെയും നമ്മളെല്ലാവരുടെയും ജന്മാവകാശമാണ്. നമ്മൾ ചെയ്യേണ്ടത് അത് തിരിച്ചറിയുക എന്നത് മാത്രമാണ്. ഓക്കേ, അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും, അല്ലേ? അതിൻ്റെ താക്കോലാണ് നമ്മുടെ ചിന്തകൾ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഈ ഒരു പ്രോസസ്സ് ശരിക്കും വളരെ ലളിതമാണ്. എല്ലാം തുടങ്ങുന്നത് ഒരു നല്ല ചിന്തയിൽ നിന്നാണ്. അതാണ് സദ്വിചാരം. ഈ നല്ല ചിന്ത സ്വാഭാവികമായും നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. അതാണ് സദാചാരം. ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതെന്താവും? അതൊരു ശീലമായി മാറും. അവസാനം നമ്മുടെ ഈ ശീലങ്ങളില്ലേ, അതുതന്നെയാണ് നമ്മുടെ ജീവിതം എന്താവണമെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെയാണ് നമ്മളൊരു വലിയ സത്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള ലോകം ശരിക്കും നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെ ഒരു പ്രതിഫലനം മാത്രമാണ്, ഒരു കണ്ണാടി പോലെ. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ എപ്പോഴും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം. ചുരുക്കി പറഞ്ഞാൽ സംഗതി ഇത്രയേയുള്ളൂ: നല്ലൊരു ജീവിതം വേണോ എങ്കിൽ നല്ല ചിന്തകളുടെ വിത്തുകൾ പാകണം. ഒരു തോട്ടക്കാരൻ നല്ല വിത്തുകൾ നോക്കി നടുന്നതുപോലെ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ മാത്രം നടുക. ഫലം ഉറപ്പായും നല്ലതായിരിക്കും. ശരി, അപ്പം നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ഇനി ഈ ഒരു വ്യക്തിപരമായ വളർച്ചയെ എങ്ങനെ ഒരു വലിയ ലക്ഷ്യവുമായി, അതായത് സമൂഹത്തിന്റെ നന്മയുമായി ബന്ധിപ്പിക്കാമെന്ന് നോക്കാം. ഇവിടെ രണ്ടു തരം ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, എനിക്കും എന്റെ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ജീവിതം. അത് ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് സന്തോഷം തന്നേക്കാം, പക്ഷെ അവസാനം ഒറ്റപ്പെടലും ഒരുതരം ശൂന്യതയുമായിരിക്കും ഫലം. മറുഭാഗത്തോ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അത് നമുക്ക് തരുന്നത് ഒരിക്കലും തീരാത്തൊരു സംതൃപ്തിയും ആഴത്തിലുള്ള ബന്ധങ്ങളും യഥാർത്ഥ സന്തോഷവുമാണ്. എന്തൊരു മനോഹരമായൊരു ചിന്തയാണല്ലേ! ഒരു ജീവിതത്തിന്റെ വിലയിരുത്തുന്നത് നമ്മൾ എന്ത് നേടി എന്നതിലല്ല, നമ്മൾ എന്ത് തിരികെ നൽകി എന്നതിലാണ്. മനുഷ്യത്വം അതുതന്നെയാണ് ഏറ്റവും വലിയ മതം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളിലെ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കിയാലോ? നമ്മുടെ ജീവിതത്തിൽ ഉടനെ തന്നെ പ്രയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒന്നാമതായി, നമ്മുടെ ഉള്ളിലെ ദൈവികമായ ശക്തിയെ, ആത്മബലത്തെ തിരിച്ചറിയുക. അത് അവിടെ തന്നെയുണ്ട്. രണ്ടാമത്, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക. കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം ഉണ്ടാക്കുന്നത്. മൂന്നാമതായി, നല്ല ചിന്തകൾ മനസ്സിൽ മാത്രം വെച്ചാൽ പോരാ, അത് നല്ല പ്രവൃത്തികളാക്കി മാറ്റണം. അതാണ് സദാചാരം. പിന്നെ നമ്മളെല്ലാവരും, എല്ലാ ജീവജാലങ്ങളും ഒരേയൊരു ശക്തിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ മനുഷ്യത്വത്തെ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസമായി കാണുക. മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. പിന്നെ നമ്മുടെ ആത്മീയ ജീവിതവും ദൈനംദിന ജീവിതവും ഒരുമിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം അറിവാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. ഏറ്റവും അവസാനമായി, ആത്മനിയന്ത്രണം. അതാണ് നമ്മുടെ ഉള്ളിലെ മുഴുവൻ കഴിവും പുറത്തു കൊണ്ടുവരാനുള്ള താക്കോൽ. അപ്പോൾ ഈ യാത്രയുടെ അവസാനം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ തത്വങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, ഒരൊറ്റ കാര്യം, ഏതായിരിക്കും നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. കാരണം ഒരു ചെറിയ മാറ്റം പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചേക്കാം.